ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേക്കടി പെരിയാർ ടൈഗർ റിസർവിലാണ്. ഒരു ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം മഴയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ടും ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാട് നല്ല പച്ച പുതച്ച് കിടക്കുകയാണ്. അപ്പോൾ നല്ല കുറച്ച് അനിമൽസിൻ്റെ ബേഡ്സിൻ്റെ ഒക്കെ കുറേ സൈറ്റിങ്സ് വിഷ്വൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ PWDയിലായിരുന്നു സ്റ്റേ. അപ്പോൾ രാവിലെ ഒരു ബാംബു റാഫ്റ്റിങ്ങിൻ്റെ പ്രോഗ്രാമായിട്ട് ഇറങ്ങാണ്. ഇച്ചിരി മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ്, മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ബാക്കി എന്താവുമെന്ന് കണ്ടറിയാം. നമുക്ക് രാവിലെ ട്രക്കിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കോമ്പൗണ്ട് ഏരിയയുടെ മുൻവശത്തായിട്ട് കിട്ടിയതാണ്. കുറച്ച് മ്ലാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് വിഷ്വൽസ് കിട്ടി. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ചിന്ത തോന്നിയിട്ടുണ്ടാകും, ഈ മ്ലാവിൻ്റെ കഴുത്തിൽ കാരണം മുറിവ് എന്താണ്. അത് അവർ മെച്ചൂർഡാകുമ്പോൾ അവരുടെ കഴുത്തിലൊരു ഓർഗൻ പൊട്ടി അതിൽ നിന്ന് ചെറിയ ബ്ലഡ് കിണിഞ്ഞു വരുന്ന പോലത്തെ ഒരു പ്രതിഭാസമാണ്. ഞാൻ ആദ്യം വല്ല പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇതാണോ എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. നമ്മളങ്ങനെ ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോണ വഴിക്കും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റിനെ കിട്ടി. നമുക്കത് കേഴമാനാണ്, ബാർക്കിംഗ് ഡിയർ എന്ന് പറയും. ആൾ ഇതിനു മുന്നേ പലവട്ടം പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഷോട്ട് കിട്ടുന്ന ആദ്യമായിട്ടാണ്. സാധാരണഗതിയിൽ ഇപ്പം മനുഷ്യരുടെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ ഓടി മറയലാണ് പതിവ്. പിന്നെ കണ്ടിട്ടുള്ള എല്ലാ സമയത്തും മിക്കവാറും ഒറ്റയ്ക്ക് തന്നെയാണ്. ഗ്യാങ് ആയിട്ടോ ഒന്നിൽ കൂടുതൽ ആളുകളെയൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും സിംഗിളായിട്ടാണ് കാണാറ്. നമ്മുടെ ഇതാണ് ബോട്ട് ലാൻഡിങ് ഏരിയ. ഇവിടെ നിന്നാണ് ബോട്ട് പിക്കപ്പും തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ കാണുന്ന ഈ ഒരു സെറ്റപ്പാണ്. ഇവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വളരെ മനോഹരമായൊരു ഫ്രെയിമായിട്ട് തോന്നി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മഴയാണ്, ബാക്കി കണ്ടറിയാം എന്താവും എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ തേക്കടിയിൽ വന്നിട്ട് ഇത്രയും വെള്ളം കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. 2 ഫോറിനേഴ്സ് ഉണ്ട് ഫ്രം സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ ചങ്ങാടം അപ്പുറം കിടന്ന ചങ്ങാടം പുറത്തേക്ക് വലിച്ചടിപ്പിച്ചു. അപ്പോൾ നമ്മൾ ചങ്ങാടത്തിൽ കയറി ക്രോസ് ചെയ്ത് നമ്മുടെ ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈറ്റിങ്സിൻ്റെ കേസൊന്നും ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നമുക്കിവിടെ ന്യൂനമർദ്ദം മഴ കഴിഞ്ഞിട്ട് നേരമില്ലാത്തതുകൊണ്ട് മഴ തോരാൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡിസംബർ ടു ഏപ്രിൽ സമയങ്ങളിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ 2 സമയത്തും 2 രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ നടന്നു പോകാൻ പറ്റത്തില്ല. കുറച്ച് അകത്തേക്കടെ കയറിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളും ഡിഫറൻ്റ് ആയിരിക്കും വേനൽക്കാലത്തും മഴക്കാലത്തും ഉള്ളത്. അപ്പോൾ നമ്മൾ ചങ്ങാടത്തിലിരുന്ന് ആ കയറ് പിടിച്ച് വലിച്ച് നമ്മൾ അക്കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നടക്കാനുണ്ട്. റാഫ്റ്റിങ്ങിൽ പോകുന്നത് ഇതിൽ കൂട്ടുന്നില്ല കേട്ടോ. റാഫ്റ്റിങ്ങിൽ പോകുന്നത് കുറച്ച് ഏരിയ കുറവാണ്. നമ്മൾ ട്രിപ്പിന് പോകാൻ നേരത്ത് നമ്മുടെ കൂടെ ഉള്ള ഗൈഡുകളായാലും ഫോറസ്റ്റ് ഓഫീസറായാലും വളരെ ഹെൽപ്ഫുള്ളാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡ് പിടിച്ചാണ് പോവാറ്. ഇതിപ്പോൾ അവിടെയൊക്കെ വെള്ളക്കയറി കിടക്കുന്നത് കൊണ്ട് കട്ടിക്കിട പിടിക്കേണ്ട അവസ്ഥയായി. സോ നമ്മുടെ ട്രക്ക് ചൂടി ഹാർഡായി മാറി.
നമ്മളിപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നടന്നു പോകുന്നത് ശരിക്കും ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. നമ്മൾ വെള്ളത്തിൻ്റെ കരയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ഫീൽ കിട്ടാറില്ല. പക്ഷെ ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ കുറച്ചിടങ്ങളിലൊക്കെ കയറ്റമൊക്കെ ഉണ്ട്. നമുക്ക് 1-2 ബേർഡ്സിനെയൊക്കെ ഇപ്പോൾ കിട്ടി. കാര്യമായിട്ടുള്ള ഹൈറ്റിങ്സ് ഇല്ല. നോക്കാം. ട്രക്ക് തുടങ്ങിയിട്ടൊരു 15 മിനിറ്റ് ആയത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ടെലിലെൻസ് പിടിച്ച് തേക്കടിയിൽ ട്രക്കിന് കിടക്കണേ. ഇച്ചിരി കഷ്ടപ്പാടാണ്. ആക്സസറീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തന്ന ബാഗും അതിനകത്ത് ഫുഡും സ്നാക്സൊക്കെ ഉള്ളതൊന്നും നല്ല വെയിറ്റാണ്. കാട്ടിൽ കയറിയ ശേഷം ആദ്യത്തെ കാഴ്ച കിട്ടിയത് മലയണ്ണാനാണ്. മലയണ്ണാനെ കാണാൻ കാട്ടിൽ കയറണമെന്നില്ല. പുറത്ത് അവിടെ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും സ്റ്റേ ഉണ്ടെങ്കിലും മിക്കവാറും കോമൺ ആയിട്ട് ഇവന്മാരെ കാണാറുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ കാട്ടിൻ്റെ അകത്തേക്കടെ കയറി നടക്കുന്നത് കൊണ്ടും മഴ സമയം ആയതുകൊണ്ടും അത്യാവശ്യ സാധനങ്ങളൊക്കെ ചെളിച്ച് കിടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും സേഫ്റ്റി ഷൂസ്, ബൂട്ട്സ്, വാട്ടർ പ്രൂഫ് സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ കരുതുക. ഇല്ലയെന്ന് കരുതിയും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമുക്ക് സേഫ് അതാണ്. കാണുന്ന ആൾ നമ്മുടെ മലബാർ പാരക്കീറ്റ് അല്ലെങ്കിൽ നീല തത്തമ്മ എന്നാണ് പറയുന്നത്. നീല കളറുള്ള തത്തമ്മ. അപ്പോൾ പോണ വഴിക്ക് ഒരുപാടിടങ്ങളിൽ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ഭക്ഷിച്ച് കാഷ്ടിച്ചിട്ട് നിന്ന് മുളച്ച് വന്ന് ഒരുപാട് തിക്കായിട്ട് പേരയുണ്ട്. അവിടെ ഇരുന്ന് കുറേ ടീമുകളിരുന്ന് പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സീനാണ്. പിന്നെ നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ മുന്നിൽ അങ്ങ് ദൂരെയായിട്ട് 2 ആനയുടെ ചെറിയ അനക്കം കണ്ടു. അപ്പം തന്നെ ട്രൈപോഡിട്ട് നീട്ടിപ്പിടിച്ച് അങ്ങ് വീഡിയോ കൊടുത്തു. അല്ലെങ്കിൽ കുഴപ്പം നമ്മൾ ഇവരെ തപ്പി അങ്ങ് ചെല്ലുമ്പോഴേക്കും അവരവരുടെ വഴിക്ക് പോയിണ്ടാവും. ഇവന്മാർ സ്മെല്ല് പിടിക്കാൻ നല്ല പുലികളായതുകൊണ്ട് കിട്ടുന്ന ഷോട്ട് ആദ്യമേ എടുത്തില്ലെങ്കിൽ പിന്നെ നിരാശയായിരിക്കും. റെയറായിട്ട് കാണുന്ന ഐറ്റാന്ന് പറഞ്ഞാൽ മലയൻ പിറ്റ് വൈപ്പർ. എന്ത് ഫുഡ് അടിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്ന 2 ദിവസമായിട്ട് ഇരുന്നിരിപ്പാണ്. ഒരു ഡൈജസ്റ്റ് ആയതിന് അടുത്ത പരിപാടിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്ര ഭംഗിയുള്ളൊരു പാമ്പിനെ കാണുന്നത്, അതും ഏകദേശം നീല ഷെയ്ഡൊക്കെ ഉള്ളൊരു പാമ്പിനെ കാണുന്നത് ആദ്യമായിട്ടോ. ഏകദേശം നമ്മളൊരു ക്ലോസ് റേഞ്ചിലൊക്കെ പോയി നിന്ന് വീഡിയോ ഫോട്ടോ എടുത്തെങ്കിലും ആൾ അനങ്ങി കൊടുക്കണില്ല. ഇരവിഴുങ്ങി കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. 2 ആഴ്ച ഇരിപ്പ് ഇവിടെ ഉണ്ടാവുമെന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. നമ്മളങ്ങനെ കുറച്ച് സമയം പിന്നിട്ടു. ഏകദേശം ഒരു 1 അവറോളമായി. സ്റ്റേയുടെ ഏരിയയിലും കോമ്പൗണ്ട് ഏരിയയിലും ഫോറസ്റ്റിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നീലഗിരി ലംഗൂർസ്, കരിങ്കുരങ്ങൾ അത്യാവശ്യം ധാരാളമായിട്ട് കാണാം കേട്ടോ. റാണ ഫ്രോഗ് കൂട്ടുകാരൻ പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല കോരിച്ചൊരിയുന്ന മഴ. എന്ത് ചെയ്യാനാ, ടൂൾസൊക്കെ മഴ നനയാണ്ട് കൊണ്ടുപോകലാണ് ടാസ്ക്. നല്ല മഴയാണ്. ഇതോടെ ഒരു ആന സിംഗിള് നിൽപ്പുണ്ട്. ഞങ്ങളെ കാണാൻ ഇച്ചിരി ടയേർഡാണ്. എല്ലാം കുന്തിയാണ് നിൽക്കുന്നത്. ഒരുപാട് നേരം ക്യാമറ സെറ്റ് ചെയ്ത് എടുക്കാനുള്ള തൽക്കാലം നിർവാഹമില്ല. മഴ നല്ല ശക്തിയായി പെയ്യുന്നത് കൊണ്ട് ക്യാമറ നനയുമെന്നുള്ള പേടി കൊണ്ട് ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് ക്യാമറ തിരിച്ച് പാക്ക് ചെയ്തു. ആനയുടെ അടുത്തേക്ക് ക്ലോസ് റേഞ്ചിലേക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുമോ അറിയാൻ വേണ്ടി ഉള്ള പോക്കാണേ. ആനയുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. നമുക്ക് നോക്കാം. മഴയായതുകൊണ്ട് അത്ര അടുത്ത് ചെല്ലുമ്പോഴേക്കും ആനയ്ക്ക് സ്മെല്ല് കിട്ടാൻ ചാൻസ് കമ്മിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സാഹസത്തിന്
മുതിരുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ പെരിയാറിൽ സത്യം പറഞ്ഞാൽ കൂടുതലും ഫീമെയിൽസിനും കുട്ടികളെയായിട്ട് നമ്മൾ കാണാറ്. നല്ല തലയെടുപ്പുള്ള നമ്മുടെ അതിരപ്പള്ളി പ്ലാന്റേഷൻ റോട്ടിലുള്ള കാണുന്ന കൊമ്പന്മാർ പോലത്തെ ഗിടാഗടിയന്മാരെയൊന്നും ഇവിടെ കാണാൻ കിട്ടാറില്ല. പൊതുവേ ഇച്ചിരി ഗ്ലാമർ കുറഞ്ഞ ഫീമെയിൽ കുട്ടികളാണ് ഇവിടെ കൂടുതലും കാണാറ്. ആനയുടെ ഒരു കുളിയാണ്. നല്ല മഴയത്ത് ചെളിയൊക്കെ ചവിട്ടിക്കൊഴിച്ച് മേത്ത് വാരിയിട്ടുള്ള മഡ് ബാത്താണ് കാണുന്നത്. ഇങ്ങനൊരു സീൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആള് കുണ്ടി ചൊറിയുന്നതാണോ അതോ സോപ്പിട്ടിട്ട് മേല് തേച്ച് വെച്ച് കഴുകുന്നതോ ആണോ, അതുമല്ല ഇനി മണ്ണിലെ ചെളി ഇളക്കണതാണോ എന്നൊരു ഐഡിയ ഇല്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണുണ്ടോ. മഴ വൈബ് തന്നെയാണ്. ഏകദേശം 10:30 ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മണിക്കൂറാവും. അപ്പോൾ നമ്മളിനി രാവിലത്തെ ചെറിയ സ്നാക്സ് കഴിക്കാനൊരു സ്ഥലം തപ്പി നടക്കുകയാണ്. മഴയൊന്നും ഒതുങ്ങിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് രാവിലത്തെ സ്നാക്സ് കഴിക്കണം. കുറച്ച് കാട്ടുപന്നികളുണ്ട്, വേറെ പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. മഴയായതുകൊണ്ട് ലെൻസ് എടുത്തിട്ടില്ല, നോക്കാം. അന്നേരം നമ്മളെ കണ്ടു, ഇപ്പുറത്തുനിന്ന് ഓടിയതാണ്. അടുത്ത് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ സ്ഥലം വിടും മീൻസ്. പറയുമ്പോൾ പന്നിക്കുട്ടന്മാരാണെങ്കിലും മ്ലാവാണെങ്കിലും കാടിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് തന്നെ ജീവിക്കുന്നവർ ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് എസ്കേപ്പ് പോകും. പക്ഷേ നമ്മുടെ സ്റ്റേയുടെ ബോട്ടിങ് ഏരിയയിൽ ആയിട്ട് കാണുന്ന പന്നികളവിടെ കാണാറില്ല. പക്ഷേ മ്ലാവൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുണ്ട് അവരങ്ങനെ അധികം ഓടിപ്പോകാറില്ല. വളരെ മനോഹരമായൊരു ഫ്രെയിമിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ചെറിയൊരു സ്നാക്ക് ബ്രേക്ക് ഇവിടെയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മുടെ പുറകിലൊരു വലിയ ബാഗുണ്ട്, അതിനകത്താണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല ഫ്രെയിമല്ലേ. നമ്മുടെ ഫ്രണ്ടാണ്, തിരുവനന്തപുരത്തുനിന്ന് ട്രക്കിന് വേണ്ടി തേക്കടി വരെ എത്തിപ്പെട്ട മനുഷ്യനാണ്. നമ്മുടെ ഇത് മെയിൻ കോഴ്സാണ്, ലഞ്ചിൻ്റെ ബോക്സാണ്. അതിപ്പോൾ നമുക്ക് തുറക്കണ്ട. ചെറിയ കൺഫ്യൂഷനുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആണ്. ആൾ തല തിരിച്ച് തുറന്നു, സംഭവം പടിപാളി. ഇങ്ങനെയാണ് തുറക്കേണ്ടിയിരുന്നത്. ചോറ് ചങ്ങതി ഒരു ഫ്ലാസ്ക് വൈബാണ്, അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ തൊട്ട് താഴെ ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ട് തൊട്ട് താഴെയായിട്ട്. ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ചും ചോറും ചെറിയൊരു കറിയുണ്ട്, ചെറിയ സാൻഡ്വിച്ച്, പിന്നെ ബാഗിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിളും പഴവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ട്രക്ക് ഒരു 8:30 സ്റ്റാർട്ട് ചെയ്തു, 11 മണിയായി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്. നല്ല മനോഹരമായ ഏരിയയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സെയിം ബാംബു റാഫ്റ്റിന് വന്നപ്പോൾ ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് അല്ലേ നമ്മൾ സ്നാക്സ് കഴിച്ചത്. നല്ല ഫ്രെയിമല്ലേ. അപ്പോൾ നമുക്ക് യാത്ര തുടരാമല്ലേ, എല്ലാവരും കൂടെ പോര്. നമുക്ക് അട്ടേനെ ഓടിക്കാനൊരു സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഉപ്പ് എപ്പോഴും അത്ര കണ്ട് വർക്കൗട്ട് ആവില്ല. ഒരു തൻ്റെ കാലമുണ്ട്, ആൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ യാത്ര തുടരുകയാണ്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിലാണ്. ചോരക്കാലി ഇതാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാർക്കാണ്. മറ്റുള്ള മരത്തിനെ അപേക്ഷിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാർക്കാണ് ഇത്. കൂടുതലായിട്ടും കടുവ ഈ മരത്തിലാണ് അതിൻ്റെ മാർക്കിങ് അടയാളം കൊടുക്കുന്നത്. ഇത് ചോരയുടെ കളറിലാണ് ഈ മരത്തിൻ്റെ റെസിൻ വരുന്നത്. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇതിന് സ്ക്രാച്ച് ചെയ്യാൻ, സോഫ്റ്റ് ബാർക്കായതുകൊണ്ട്. തൊലി. പിന്നെ ഈ കടുവ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ മണ്ട വരെ വയ്ക്കുമ്പോൾ ഒരു 2.5-3 മീറ്റർ ഹൈറ്റോളം വരും. പിന്നെ ടെറിട്ടറി മാർക്കിംഗ് ആണ് മെയിൻ. പിന്നെ അതിൻ്റെ ഏതെങ്കിലും നഖത്തിൽ എന്തെങ്കിലും വൂണ്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുകയും ചെയ്യും. ഒരു ഫെറംസ്, അതൊരു ദ്രാവകം അതിൻ്റെ നഖത്തിൽ നിന്ന് വരുന്നുണ്ട്, നഖത്തിനുള്ളിൽ നിന്ന് കടുവ. അത് എന്തെങ്കിലും വൂണ്ടതിനുണ്ടെങ്കിൽ അതും ഇത് ഈ റെസിൻ അതിൻ്റെ അകത്ത് ചേരുന്നതിന് ശേഷം തേക്കുന്നതിന് ശേഷം അത് മുറി ഉണങ്ങുകയും ചെയ്യും. നഖം ഷാർപ്പാകും. പിന്നെ ഇതിൻ്റെ ഫ്ലഷൊക്കെ ഉണ്ടെങ്കിൽ, വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ഇത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ
പിന്നെ വേറെ ടൈഗർ മാർക്കിംഗ് ഏരിയയിലോട്ട് മെയിനായിട്ട് മാർക്കിംഗ് ആണ്, ടെറിട്ടറി ഐഡൻറ്റിഫിക്കേഷൻ. സൗത്ത് അമേരിക്ക എന്നുള്ള എക്സോട്ടിക് പ്ലാന്റ് ആണ് ഇത്. പ്ലെയിൻ ടൈഗർ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് മിൽക്ക് പോലെ പറ്റും. അപ്പോസിനേസിയ ഫാമിലിപ്പെട്ട ചെടിയാണിത്. Yeah, one nest, one female. Lots in males. Oh, more males. 3-4 males. She knows But how come here. It's a different family. Yes. Oh, wow, yeah. but they live together. Yeah. പട്ടത്താളെന്ന് പറഞ്ഞു, സോപ്പുക എന്ന് പറയുന്നു, ആഗ്നിയ ഡാഫ്നിയ മലബാറിക്ക എന്ന് പറയും. ഓൾഡ് നെയിം ആഗ്നിയ ഡാഫ്നിയ വെർസ്യൂട്ടസ്. ഇത് നമ്മൾ ഈ പാടിലൂടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങാടം തുടങ്ങിയതിൻ്റെ തുഴ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഈ മരം. നമ്മളങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ റാഫ്റ്റിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് ബാംബു റാഫ്റ്റിംഗ് എന്നാണെങ്കിലും റാഫ്റ്റിംഗ് സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ. എല്ലാവരും ഫോറിനേഴ്സ് പങ്കായൊക്കെ പിടിച്ചപ്പോണ്ട്. അപ്പോൾ നമ്മളിനി ഏതാനും മണിക്കൂറുകൾ റാഫ്റ്റിങ്ങിലായിരിക്കും. അറ്റത്ത് കാണുന്ന ഷെഡ് 2 നൈറ്റ് ടൈഗർ ട്രയലിനൊക്കെ കൊടുക്കുന്ന സ്പോട്ടാണ്. ആനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചങ്ങാടങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇയാൾ ചെങ്ങാടം കൊണ്ട് തുഴഞ്ഞ് അവിടെ ചെന്ന് ആ സംഗതി ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ കയറി യാത്ര പോകുന്നത്. അടുത്ത മഴയ്ക്കുള്ള മട്ടാണല്ലോ. നമ്മുടെ ചെങ്ങാടം വരുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. എന്താവോ എന്തോ. അപ്പോൾ നമ്മൾ പതുക്കെ യാത്ര തുടങ്ങുകയാണ്. പങ്കായം പിടിച്ചില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. ഒരു സാറ് കഷ്ടപ്പെട്ട് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇഷ്ടംപോലെ ചെറുതും വലുതായിട്ടുണ്ട്. ഇപ്പോൾ ലിഡ് സോക്സ് ഉള്ളത് കൊണ്ട് രക്ഷയാണ്. പക്ഷേ ഇവന്മാർ കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയറി എവിടെ ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിൽ കൂടെ മുകളിൽ കയറി കടിക്കും. ചിലപ്പോൾ കഴുത്തിലടിക്കും. ഇൻസെർട്ടൊക്കെ ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ കയറി ഇവന്മാർ വരും. ബാംബു റാഫ്റ്റിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇച്ചിരി മഴ മാറി ചെറിയൊരു തെളിവുണ്ട്. അപ്പോഴേക്കും നല്ല പോച്ചൽ. കേറി വേണം മക്കളെ.
നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്ഥലത്ത് അടുപ്പിച്ചേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പതുക്കെ അടുത്ത പരിപാടി പിടിക്കും. വെള്ളം ഒരുപാട് കയറി കിടക്കാണ്, സൈറ്റിങ്സൊക്കെ കുറവാണ് കേട്ടോ. ലഞ്ച് ബോക്സിൻ്റെ അകത്ത് കണ്ടാലോ, ഇപ്പോൾ ചെറിയൊരു പുലാവ് പോലത്തെ റൈസും കടലക്കറി. ഇതാണ് നമ്മുടെ ലഞ്ച്. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. How's the food? Very good. Spicy. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊരു 3/4 മണിക്കൂർ 1 hour ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുഴയുടെ അപ്പുറത്തെ കരയിലായിട്ട് അഗെയിൻ കുറച്ച് പന്നിക്കുട്ടന്മാരൊരു മ്ലാവിനെയൊക്കെ കണ്ടു. ഈ ട്രിപ്പിൽ നമുക്ക് നിർഭാഗ്യവശാൽ VIP-കളായ വൈൽഡ് ഡോഗ്സിനെയോ കരടീനെയോ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കിട്ടിയില്ല. പിന്നെയും മഴ തന്നെയാണ്. നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ പോകുന്നു. പോണ വഴി സെയിം റൂട്ട് തന്നെ തിരിച്ചു പിടിക്കും. നമ്മളിപ്പോൾ കാണുന്ന കെട്ടിടം ടൈഗർ ട്രെയിൽ 2 day പ്രോഗ്രാമൊക്കെ എടുത്ത് വരുന്നവർ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തി ജസ്റ്റ് നമ്മുടെ സേഫ്റ്റി ജാക്കറ്റൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നത്. അടുത്ത ടൈഗർ ട്രെയിനിനുള്ള പാക്ക് വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്താ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈഗർ ട്രെയിലിൻ്റെ ഷെഡിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ജാക്കറ്റൊക്കെ കൊടുത്തു നമ്മൾ. പിന്നെയും ഒരു പാക്ക് ഓഫ് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. അടിപൊളി സ്പോട്ടല്ലേ. അപ്പോൾ ഒരു 2000 രൂപ മുടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, കുറച്ച് മെനക്കാണാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നതൊക്കെ ആസ്വദിക്കാം കേട്ടോ. ടൈഗർ ട്രെയിൽ പ്രോഗ്രാമൊക്കെ നൈസാണ്. 2 days നമ്മളിവിടെ താമസിച്ച് അത്യാവശ്യം എല്ലാ ഏരിയയിലേക്കും ട്രക്കൊക്കെ പോകുന്ന പ്രോഗ്രാമാണ്. പെർ ഹെഡ് ഏകദേശം ഒരാൾക്ക് 10,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് എങ്ങാണ്ട് വരുന്നുണ്ട്. സാമ്പത്തികമുള്ളവരൊക്കെ നോക്ക്, മാക്സിമം വേനൽക്കാലത്ത് വരാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. കോമൺ ബ്ലൂ മോർമൽ ആള് ഓൾറെഡി എൻഡ് ഓഫ് ലൈഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളെ ഞങ്ങൾക്ക് ഡാമിൽ നിന്ന് ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ വെള്ളത്തിലിരുന്ന് കിട്ടിയതാണ്. ആൾ പറന്ന് നടക്കണ കാണാം. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. വിങ്ങൊക്കെ നല്ല രസമുണ്ട്. ആൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബോട്ട് എടുത്ത് പിന്നെയും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പാടും. ചെങ്ങാട അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് നമ്മുടെ ഗൈഡ് തിരിച്ചു വരുന്നതാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച എടുത്തുകൊണ്ടിരിക്കുന്ന ആശാൻ്റെ ഷെല്ലാണ്. ശാന്തമായ കാടിൻ്റെ ശബ്ദം. ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് കണ്ടിട്ട് വല്ല പിടിപാടുണ്ടോ? നമ്മൾ ബാംബു റാഫ്റ്റിങ്ങിന് പോണ ഏരിയയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോ 1/2 കിലോമീറ്ററിൻ്റെ അടുത്തെങ്ങാണ്ട് മുന്നേ മാറിയിട്ട് വലിയൊരു മരത്തിൻ്റെ ഒരു പൊത്തിൻ്റെ അകത്താണ് ഇവർ ചെങ്ങാടം തുഴയാനുള്ള പങ്കായം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വന്നപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തത്. അല്ലാണ്ട് വേറെ എവിടെ വെച്ചാലും ആന ഇത് കാണുമ്പോൾ ഒടിച്ചു കളയും.
അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് കാട്ടുപോത്തുകളെ കിട്ടി. ഗിഡാഗിഡിയനും മസലളിയനും ഒക്കെ ഉണ്ട്, കുറച്ച് ഫീമെയിൽസും കുട്ടികളും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വലുതായിട്ടുള്ള മെയിൽ ഏകദേശം ഒരു 1600 കിലോ വരെ മതിപ്പുണ്ടാവുന്ന കേട്ടോ പറയാ. ഒരു മരത്തിൽ ഒന്ന് Well, let's get it in there first. ഒന്നിച്ചിരിക്കും ഏകപ്പെട്ടത്. കാല് വലുതാണല്ലേ. പേരെന്നോടി പറഞ്ഞേ? ടാഡി ലാംഗ്ലെറ്റ്. നമ്മുടെ ട്രിപ്പ് ഏതാണ്ട് ഒരു 75-80% കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്. നല്ല കിട്ടോ ഇപ്പൊ പോയില്ലേ. സമയം ഒരു 3:35 അപ്പോൾ ഒരു ഓപ്പൺ സ്പേസിലേക്ക് എത്തിപ്പെട്ടു. അഗെയിൻ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. അവരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് പതുക്കെ പോകാമെന്ന് ഓർത്തിരിക്കുന്നു. അതേപോലെ കാര്യമായിട്ടുള്ള സെറ്റിങ്സ് ഒന്നുമില്ല. ബട്ട് കാട്ടിലേക്ക് വരുമ്പോൾ കാട്ടിൽ കയറുമ്പോൾ അതിനൊരു വേറെ ഫീലാണ്. ഇപ്പോൾ കാട് കയറാൻ താല്പര്യമുള്ളവരൊക്കെ പോരും. എപ്പോഴും പറയാനുള്ളതാണ്, അനിമൽ സൈറ്റിങ്സ് ഒന്നും ഗ്യാരണ്ടി ഉള്ള പരിപാടിയല്ല. എല്ലാ വീഡിയോസിലും കണ്ട് വീഡിയോസിൽ ഒരുപാട് ആനിമൽസിലൊക്കെ കണ്ട് സൂ വിസിറ്റ് ചെയ്യാന്നുള്ള ലാഭത്തോടെ ആരും കയറി വന്നാൽ ചിലപ്പോൾ നിരാശയായിരിക്കും. പന്നിക്കുട്ടന്മാർ ഉഴുത് മറിച്ചിട്ടേക്കണേ കാണുന്നത്. നമ്മുടെ കറുകപ്പുല്ലിൽ കാണുന്ന പുല്ലിൻ്റെ കടമാന്തി അതിലെ കിഴങ്ങ് കഴിക്കലാണ് പന്നിയുടെ ഹോബിന്ന്. നമുക്കിവിടെ കുറേ ട്രൈബൽസ്, മുത്തശ്ശനും മുത്തശ്ശിമാരെല്ലാവരും കൂടെ തകൃതിയായിട്ട് ചൂണ്ടയിടലാണ്. ഇവിടെ അത്യാവശ്യം സിലോപ്പി ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറേ പേര് ചൂണ്ടയിലാണ്. ഉച്ച കഴിഞ്ഞ് മഴ തോർന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ബേർഡ്സിൻ്റെ സൈറ്റിങ്സൊക്കെ കൂടുതൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു തത്തമ്മയുടെ പെയറാണ്. നല്ല പച്ചപ്പിൽ മരത്തിൻ്റെ ഇടയിൽ ഇരുന്ന് കുറേ നേരം സൗണ്ട് കേൾക്കണു. എവിടെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം കുറേ സമയം എടുത്ത് സ്പോട്ട് ചെയ്തതാണ്. നമ്മുടെ ട്രക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് ലാൻഡിങ് ഏരിയ, നമ്മൾ ചെങ്ങാടത്തിൽ ക്രോസ് ചെയ്ത ഏരിയയിലേക്ക് ഏകദേശം നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെളിച്ച കിടക്കണേ. കുറച്ചധികം ചെളിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ചെളിയും അട്ടേനയും അറപ്പും വെറുപ്പൊക്കെ ഉള്ളവർ വരാൻ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലിറ്റ് സോക്സൊക്കെ ഇവിടെ നിന്ന് തരും. പിന്നെ വാട്ടർ പ്രൂഫ് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ സേഫാണ്. പക്ഷേ ഷൂസിൻ്റെ ഹൈറ്റിലും കൂടുതൽ വെള്ളം നമ്മൾ നടന്നു പോകുന്ന ചാലിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പരിഹാരമല്ല. ഓൺലൈനിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫ് സോക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് സാമ്പത്തികമൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്, എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിയുന്നവരൊക്കെ വരിക, കാടിനെ അടുത്തറിയുക, ആസ്വദിക്കുക. ഒരു ദിവസമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ആണ്. അപ്പോൾ വെബ്സൈറ്റിലെ കോസ്റ്റ് പറയുന്നതനുസരിച്ച് ബുക്കിംഗ് ചാർജൊക്കെ ഉൾപ്പെടെ എൻട്രി ഗേറ്റിംഗ് ഫീ ഒക്കെ ഉൾപ്പെടെ ഏകദേശം ഒരു 3000 രൂപ റൗണ്ട് വരും ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ്. പറയുമ്പോൾ ബാംബു റാഫ്റ്റിംഗ് ആണെങ്കിലും ടോട്ടൽ പ്രോഗ്രാമിൻ്റെ ഒരു 20% മാത്രമേ ബാംബുവിൽ റാഫ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ചെങ്ങാടത്തിൽ കയറി നിന്ന് സൈറ്റ് സീൻ മാത്രം കണ്ടുപോകാം എന്ന് തെറ്റിദ്ധരിച്ചാരും വരാൻ നിൽക്കണ്ട. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കിടപ്പുവശം മരത്തിൻ്റെ പഴമാണ് കിടക്കുന്നത്. ഇപ്പോൾ വേഴാമ്പലും ബാക്കി പക്ഷികളൊക്കെ ഇതാണ് കഴിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുകളിലൊരു വേഴാമ്പലം ഉണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പറന്നുപോയി. അവിടെ അടുത്ത് തന്നെ ഒരു മരത്തിൽ നിന്ന് നമുക്ക് ആ വേഴാമ്പലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടുത്തെ ഒരു ഏരിയയിൽ അത്യാവശ്യം ഭയങ്കര തിക്കായിട്ടുള്ളത് കൊണ്ട് കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്രെയിം കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എല്ലാ ട്രിപ്പിലും നമുക്ക് വേഴാമ്പലം കാണാൻ പറ്റാറുണ്ട്. ഒരു ക്ലോസ് റേഞ്ചിലുള്ള കാഴ്ചകൾ കുറവാണ്. ആ കാഴ്ച വേണമെങ്കിൽ നിങ്ങൾ നെല്ലിയാമ്പതി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ബാംബു റാഫ്റ്റിംഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ കരയിൽ വന്നു. ഗെയിൻ നമ്മുടെ ചങ്ങാടം തിരിച്ച് വിളിക്കുന്നു. ചങ്ങാടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കരയ്ക്കെത്തും. നമ്മൾ കാണുന്ന ഓഫീസിൽ അവിടെ നിന്ന് രാവിലെ എടുത്ത ഫുഡും ബാഗൊക്കെ ഏൽപ്പിക്കും. നമ്മൾ തിരിച്ചു പോകും. PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. 750 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. വെറും 750 രൂപയ്ക്ക് തേക്കടി പെരിയ ടൈഗർ റിസർവിൽ താമസിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ കൂടിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ താമസിക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ചങ്ങാടത്തിൽ കയറി ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വരെ ആരൊക്കെ കണ്ട് എത്താൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും പറയുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓരോ വീഡിയോ കഴിയുന്തോറും നമ്മൾ നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഉദ്ദേശിച്ച ഒരു റെസ്പോൺസ് വീഡിയോകൾക്ക് റീച്ചോ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വാല്യുബിൾ കമൻസും ഷെയറിങ്ങും എല്ലാം നമ്മുടെ ചാനലിനെ വളരെ ആളുകളോട് സഹായിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു സോ മച്ച്.